ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ആദ്യക്കുട്ടനുണ്ട് ഇവിടെ. അമ്മച്ചി പണിയാൻ പോയി. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പരിപാടിയും പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നു, ഒരു ബാങ്കിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു മാസമായിട്ട് ആൾ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്ക് തീരെ വയ്യ, ലോൺ അടയ്ക്കാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, പെൻഡിങ് ആയി. അപ്പോൾ ഞാനൊരു ലോൺ ഞാൻ അവരുടെ അടുത്ത് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. അവർക്ക് എന്താ പറയുക, അവർക്ക് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ അത്രയും പെൻഡിങ് വന്നതിന് ഞാനിപ്പോൾ വേറെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായി. പക്ഷേ എനിക്കത് കിട്ടുകയില്ല, കാരണം സിവിൽ സ്കോർ ഇതിൽ കയറിപ്പോയി പെൻഡിങ്. അതുകൊണ്ട് അടയ്ക്കാനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നാളെ തന്നെ പൈസ അടയ്ക്കണം. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. കാരണം ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ ലോൺ തരുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ തരുന്നത്. നമ്മുടെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഇതൊക്കെയാണ് കേട്ടോ. എന്തായാലും ഓക്കെ, കുഴപ്പമില്ല, അവർക്ക് വയ്യാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ലോൺ അടയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ആകെ പെട്ടിരിക്കുകയാണെന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ നിവർത്തിയില്ല. കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റേതായ രീതിയിൽ പിടിച്ചാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ആരുടെ അടുത്തും അത് പറ്റിയല്ലാന്ന് തോന്നുന്ന സിറ്റുവേഷൻ ആരോടെങ്കിലും തരുമോന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട്. കാരണം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവർ വന്ന് നാളെ തന്നെ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നാളെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം കേട്ടോ. വലിയൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാൻറ്റി വരുന്നുണ്ട് അടയ്ക്കാനായിട്ട്. അമ്മയുടെ വലിയ ലോൺ ഈ ആഴ്ച 3500 അടച്ചതേ ഉള്ളൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസുകൾ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് ഹോസ്പിറ്റൽ കേസ്. ഒരു മാസം നമുക്ക് എങ്ങനെ 5-6 പ്രാവശ്യം എനിക്ക് പോകണം, അമ്മച്ചിക്ക് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, ഞാൻ ജോലിയുടെ കാര്യം വേറെ നോക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയും സാലറി ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പോയി ഇനിയിപ്പം ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സാലറി ഒരു മാസം കഴിഞ്ഞല്ലേ ഇതാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആകെ വിഷമത്തിലാണ്. നാളെ തന്നെ പൈസ അടയ്ക്കണം. ദൈവം എനിക്കറിയില്ല സത്യം. നമുക്ക് വേറെ ആരോടും പരാതി പറയില്ല. കാരണം അവരുടെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ ദേഷ്യപ്പെടാൻ ഇന്ന ആൾക്ക് എടുത്തു കൊടുത്താണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കാര്യമാണ് അത്. ഞാൻ അവരെ കൊണ്ട് അടപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അവരടച്ചില്ലെങ്കിൽ അത് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പം അത് എന്തായാലും ഞാനത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മുടെ പിന്നിൽ കുറച്ച് മണിക്കൂറുകളും ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. അപ്പം ഭയങ്കര എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് കേട്ടോ, സങ്കടം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ പൈസയുടെ കാര്യത്തിൽ ഞാൻ ഇതുവരെ നമുക്ക് ഇത്രയധികം ലോണും കാര്യങ്ങളും എടുത്ത് ഇത്രയധികം ബുദ്ധിമുട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാൾ വീട്ടിൽ കയറി വരാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എനിക്കിന്ന് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ ഒരു ആത്തയ്ക്ക മുറിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ അല്ല ആത്തയ്ക്ക, അത് നിങ്ങൾ ഈ ഇതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, അല്ലേ? ഓക്കെ പറയടാ. അവനൊരു ചെറിയ വഴക്ക് പറഞ്ഞതിൻ്റെ ഉള്ള സങ്കടത്തിലാട്ടോ. അവനോട് ഞാൻ കാര്യം വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വഴക്ക് പറഞ്ഞു അതിൻ്റേതാട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെന്താ, വേറൊന്നുമില്ല. ഓക്കെ, ബൈ. അപ്പം ഞങ്ങൾ 3 പേര് ഇതേ നമ്മുടെ മേളിയത്തെ ചേച്ചി, ഓമന ചേച്ചി നമുക്ക് ആത്തയ്ക്ക വന്നിട്ടുണ്ട്. ആത്തയ്ക്കല്ലേ ഇത്? അപ്പം ആത്തയ്ക്ക ഞങ്ങൾ കഴിക്കുക കേട്ടോ. ഇത് നമ്മുടെ അന്നക്കുട്ടി ചേച്ചി പോകും. ആത്തയ്ക്ക വേണോ? വേണ്ടോ? എന്നാ ഒരു ക്ഷീണം. ഇത് നിലത്ത് വീണ് നല്ല പഴുത്താട്ടോ, വീണ് ചതഞ്ഞു പോയതാ. എന്നാ ഇതെടുത്ത് നോക്കുമ്പോ എന്താ വാ, നമ്മളത് മുറിച്ചേട്ടാ. നന്നായിട്ട് പഴുത്തിട്ടില്ല. ഷുഗറിനൊക്കെ നല്ലതായിട്ടാ. നമ്മുടെ അന്നക്കുട്ടി ചേച്ചി വന്നിട്ടുണ്ട്. അതിക്കുന്ന
ഹായ്. മറുകൂടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അങ്ങോട്ടുണ്ട്. ഇത് വേണ്ടാതെ അങ്ങോട്ടുണ്ട്. ഇത് ഇവിടെ താഴെ എടുത്തിട്ട് ഓമന ചേച്ചിയുടെ ഇത് അമ്മയ്ക്ക് എടുത്തിട്ട് ഇത് കൂട്ടും കുറച്ച് കിട്ടും. നല്ല പഴുത്ത് കുറച്ച് കഴിച്ചു എന്നാ ചേച്ചി. ഞാൻ ആദ്യം വിചാരിച്ചേ താഴെ വന്നിട്ടുണ്ട്, നല്ല പഴുത്ത്. വണ്ടിക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഇതോ? ഇതാ എല്ലാ സാധനവും അവിടെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കച്ചവടക്കാർ ഇതിലേ വരുന്നില്ലേ ആ ചേട്ടൻ. ഏമക്കുട്ടി ചേച്ചിയെ കാണാത്തവരൊക്കെ കണ്ടോട്ടോ. കൊതിപ്പിക്കുന്നുണ്ടോ തീറ്റിച്ച്? കൊള്ളാലോ ഇത്. ആ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ്. മറ്റേത് പഴുത്തില്ലായിരുന്നു. ശരി. ഹായ്. എന്താ അങ്ങനെ തന്നെ നോക്കുന്നത്? തുറച്ചു തന്നെ ആരെങ്കിലും കാണുന്ന പോലുമില്ല. അങ്ങനെ കാണൂല, അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ ആൾക്കാർ കാണുന്നത്. ഇട്ട് കഴിയുമ്പോൾ കണ്ടോളും. ഞങ്ങളെപ്പോഴും അതിൻ്റെ തൊള്ള ഒരങ്ങ വർഷങ്ങളോ അതിലേറ്റ വർഷങ്ങളായിട്ടാണ് അംഗമാണ്. അത് ശരിയും പഴുക്കാത്തോണ്ട് ടേസ്റ്റ് ഇല്ലാട്ടെ. നാളെ യാത്ര വകുപ്പുണ്ട്. ഞാൻ പോവാം. എവിടെ? ഞാനൊരു ടൂറുണ്ട്. എവിടെ? വെള്ളംകണിക്ക് പോവാം. ആരെവിടെ? ഞാൻ ചേച്ചിയുടെ കൂടെ ഞാൻ തന്നെ അങ്ങ് പോകും. നാളെ പോകണം. നാളെ പോയിട്ട് നാളത്തെ കഴിഞ്ഞ് ഞങ്ങൾ വെള്ളംകണിക്ക് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ചേച്ചിയുടെ കൊച്ചിൻ്റെ മുടി എടുക്കാൻ പോണേ. ചേട്ടൻ്റെ മകൻ്റെ കൊച്ചിന് അവൻ്റെ പിള്ളേർ പേരക്കുട്ടി ചേർത്തിട പോയിട്ട് വാ. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് നേരത്തെ ഉണ്ട്, പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ പ്രശ്നം കൊണ്ടുപോയേക്കാൻ നീട്ടി പറഞ്ഞു. അത് കൊണ്ടുപോകണം. ഓക്കെ. കാശും കൂടെ കണ്ട് സോയ ഒരു കുഴപ്പമില്ലല്ലോ. എന്നാലും അവിടെ വരെ പോയി കാണട്ടെ. വേണം.